നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. അനിൽ ആന്റണിക്കെതിരെ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണം, ഇതിൽ ഇടപാടുകൾ ശരിവെക്കുകയാണ് കോൺഗ്രസ് നേതാവായ PJ കുര്യൻ. ഇതിപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. PJ കുര്യനെതിരെ അനിൽ ആന്റണിയും രംഗത്തെത്തിയിരിക്കുകയാണ്. PJ കുര്യനാണ് ഇതിന്റെ പിന്നിലുള്ള, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ബുദ്ധി എന്നാണ് അനിൽ ആന്റണി ഇപ്പോൾ തിരിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുകയാണ്. ഇന്ന് റമദാൻ സന്ദേശത്തിനിടയിൽ മത നേതാക്കളും ഇക്കാര്യം പറയുകയുണ്ടായി. കേരള സ്റ്റോറി സഭ പ്രദർശിപ്പിച്ചതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ രൂപതകളുടെ കീഴിലുള്ള പള്ളികളിൽ KCYM കേരള സ്റ്റോറി ഇനിയും പ്രദർശിപ്പിക്കുവാനുള്ള നീക്കത്തിലുമാണ്. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. അനിൽ ആന്റണിക്കെതിരായ കോഴ ആരോപണത്തിൽ പണമിടപാട് സ്ഥിരീകരിച്ച് PJ കുര്യൻ. അനിലിൽ നിന്ന് പണം തിരികെ വാങ്ങിക്കൊടുക്കാൻ ദല്ലാൽ നന്ദകുമാറിനായി ഇടപെട്ടെന്ന് കുര്യൻ. നന്ദകുമാറും അനിലുമായുള്ള ഇടപാട് എന്തെന്നറിയില്ലെന്ന് വിശദീകരണം. കുര്യന്റെ ബുദ്ധിയെന്ന് അനിൽ ആന്റണിയുടെ വിമർശനം. ചെറിയ പെരുന്നാൾ സന്ദേശങ്ങളിൽ നിറഞ്ഞ് കേരള സ്റ്റോറി. കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമാകരുതെന്ന് പാളയം ഇമാം. മതസൗഹാർദ്ദം തകർക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ലെന്ന് ഹുസൈൻ മടവൂർ. പ്രകോപനങ്ങളിൽ വീഴരുതെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ. സിനിമയുടെ പ്രദർശനം തുടർന്ന് KCYM. മണിപ്പൂർ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച് എറണാകുളം സാഞ്ചോപുരം പള്ളി. കരുവന്നൂരിന് പിന്നാലെ മാസപ്പടി കേസിലും അന്വേഷണം ഊർജിതമാക്കി ED. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാടിൽ CMRL ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്. നാളെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CPM-ന് തിരിച്ചടിയായി പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനായിരുന്നു ബോംബുണ്ടാക്കിയതെന്ന് പോലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് DYFI ഭാരവാഹികൾ. ചുട്ടുപൊള്ളി കേരളം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് വേനൽ ചൂട് 45 ഡിഗ്രി കടന്നു. കാഞ്ഞിരപ്പുഴ ഡാമിൽ 45.4 ഡിഗ്രി സെൽഷ്യസ് ചൂട്. കൊച്ചി അധോലോകത്ത് ഗുണ്ടകളുടെ കുടിപ്പക കൊലപാതകത്തിൽ കലാശിച്ചു. നെടുമ്പാശ്ശേരിയിൽ കൊല്ലപ്പെട്ടത് നിരവധി കേസുകളിൽ പ്രതിയായ വിനു വിക്രമൻ. ബാറിൽ നിന്ന് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി വെട്ടിക്കൊന്നു. ചെറിയ പെരുന്നാൾ ദിനത്തിൽ കേരള സ്റ്റോറി ചർച്ചയാക്കി ഈദ് ദിന സന്ദേശങ്ങൾ. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന സഭയുടെ നിലപാടിനെതിരെ രംഗത്തു വന്നിരിക്കുകയാണ് പാളയം ഇമാം. കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമായി മാറരുതെന്നാണ് തിരുവനന്തപുരത്തെ ഈദ്ഗാഹിൽ പാളയം ഇമാം പറഞ്ഞത്. ക്രൈസ്തവ വിശ്വാസികളും മുസ്ലിം വിശ്വാസികളും സഹവർത്തിത്വത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂരും പറഞ്ഞു. ജാതിയും മതവും നോക്കാതെ പ്രണയമുണ്ടാകുമെന്നും എന്നാൽ അത് സാമുദായികമല്ലെന്നുമാണ് ഹുസൈൻ മടവൂർ കോഴിക്കോട്ടെ ഈദ്ഗാഹിൽ പറഞ്ഞത്. ലവ് ജിഹാദ് ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയതാണെന്നും ഇരുവരും ഈദ്ഗാഹ് സന്ദേശത്തിൽ പരാമർശം നടത്തുകയുണ്ടായി. സംസ്ഥാനത്ത് ഈദ് നമസ്കാര വേദികളിലും കേരള സ്റ്റോറി തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. തിരുവനന്തപുരത്ത് പാളയ ഇമാം ഷുഹൈബ് മൗലവിയാണ് പ്രധാനമായും ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന നിലപാടിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം, കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി അല്ല എന്ന വിമർശനമാണ് ഷുഹൈബ് മൗലവി പാളയത്ത് ഉന്നയിച്ചത്. സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു വട്ടം ചർച്ച ചെയ്തതാണ്, വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. അകറ്റുന്നതാവരുത് കല. പരസ്പരം മടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ക്രൈസ്തവ മുസ്ലിം വിശ്വാസികൾ സഹവർത്തിത്തോടെ പെരുമാറുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്ന പരാമർശമാണ് ഹുസൈൻ മടവൂർ നടത്തിയത്. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി.
അത് മറച്ചു വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയത്തിൽ പെട്ടിട്ടുണ്ട് അല്ലേ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് എന്താണെന്നറിയോ? ദർ ഈസ് ലവ് ബട്ട് നോ ജിഹാദ് എന്നാണ്. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. ദർ ഈസ് ലവ്, അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയും ഒന്നും നോക്കാതെ, വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും കെണി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദർ ഇസ് നോ ജിഹാദ്. അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ. ആരും അതിന് പ്രവർത്തിക്കുന്നില്ല, അതിന് ആവശ്യവുമില്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല. ഇതും യഥാർത്ഥത്തിലൂടെ നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. ഏതായാലും കേരള രാഷ്ട്രീയ സമൂഹം ത്തിലെ ഭൂരിപക്ഷവും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗവും ചർച്ച ചെയ്ത് കേരളത്തിന്റെ റിയൽ സ്റ്റോറി അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേരള സ്റ്റോറി വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും സാമുദായിക വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തോടു കൂടിയാണ് കേരള സ്റ്റോറിയുടെ രണ്ടാം എപ്പിസോഡ് കേരളത്തിൽ ആരംഭിച്ചത്. അതിനെ എതിർത്ത് ഇടതുപക്ഷവും UDFും രംഗത്ത് വന്നു. അതിനെ അനുകൂലിച്ച് BJP രംഗത്ത് വന്നു. അതിനുശേഷം ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും ഒക്കെ ഇത് പ്രദർശിപ്പിക്കാൻ മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നതോടുകൂടിയാണ് തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നതോടുകൂടിയാണ് വീണ്ടും കേരള സ്റ്റോറി ചർച്ചയാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും BJP ഉൾപ്പെടെ സംഘടനകൾ എന്തിനെ ഇതിനെ എതിർക്കുന്നുവെന്ന ചോദ്യമാണ് വലതു മുന്നണികളോട് ഉന്നയിക്കുന്നത്. ഇത് പ്രദർശിപ്പിക്കണം, ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന അഭിപ്രായപ്പെടുന്ന ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമുണ്ട്. അവരിലും ഭിന്നതയുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യമായി തന്നെ കേരള സ്റ്റോറി വരും ദിവസങ്ങളിലും കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായും പ്രചരണ വിഷയമായും മാറുമെന്ന് ഉറപ്പാണ്. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതോടുകൂടിയാണ് വീണ്ടും കേരള സ്റ്റോറി എന്ന വിവാദ വിഷയം ചർച്ചയിലേക്ക് വന്നത്. ഇന്നും ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണമാണ് ഉന്നയിക്കുന്നത്. കേരള സ്റ്റോറി സിനിമയുടെ പ്രചാരണം കേരളത്തിലുള്ളവർ കണക്കിലെടുക്കില്ലെന്നാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ന്യൂസ് 18 കേരളത്തോട് പറഞ്ഞത്. ഇത്തരം പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും ആരും വീണു പോകരുതെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ജനങ്ങളത് കണക്കിലെടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സാമുദായിക സൗഹാർദ്ദത്തെ മുഖവിലക്ക് എടുത്തുകൊണ്ടുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷമാണല്ലോ കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണത്തിലും കാര്യമില്ല. പിന്നെ അത്തരം പ്രലോഭനങ്ങളിലൊന്നും ആരും വീണു പോകരുതെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇന്നിപ്പോൾ പള്ളികളിലൊക്കെ ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ അങ്ങനെ പ്രകോപനത്തിലൊന്നും ആരും വശംബദ്ധരായി പോകരുത് എന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ പ്രത്യേകതയാണല്ലോ സാഹോദര്യത്തോടെ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പിന്നെ ഈ ഇത്തരത്തിലുള്ള കഥകളൊക്കെ തന്നെ കെട്ടിച്ചമക്കപ്പെടുന്നതാണ്. യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് സിനിമയുടെ പേരിൽ ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം പഠിക്കുന്നവർക്കറിയാം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. സഭകളുടെ കീഴിലുള്ള പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി കോഴിക്കോട്ടെ എളമരം കരീം രംഗത്തെത്തിയത്. വിഷം കഴിച്ചാൽ അബദ്ധമാകുമെന്നറിഞ്ഞിട്ടും കഴിക്കുന്നവരുണ്ടെന്നാണ് എളമരം കരീം പറഞ്ഞത്. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള പ്രതികരണം. കേരള ചരിത്രത്തെ പുച്ഛിക്കുന്നതാണ് കേരള സ്റ്റോറി എന്നും എളമരം കരീം പറഞ്ഞു. കേരള സ്റ്റോറി കേരളത്തിന്റെ എല്ലാ ചരിത്രത്തെയും പുച്ഛിക്കുന്നതും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതുമാണ്. RSS ആണ് ഇതിന്റെ പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ അവർ പ്രദർശനത്തിന് മുന്നോട്ട് വയ്ക്കാൻ ഇതൊന്നും കേരള ജനത അംഗീകരിക്കില്ല. കേരള സ്റ്റോറിയുടെ പ്രദർശനം നടത്തുന്നതിനെ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനും വിമർശിക്കുകയുണ്ടായി. പെരുന്നാൾ ദിനത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ച് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതൊരു കേരളത്തിൽ അനുവദിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. കേരളത്തിന്റെ ഒരു നമ്മുടെ മഹിതമായ പാരമ്പര്യമുണ്ട്, ഒരു മതേതര പാരമ്പര്യമാണ്, സംസ്കാരമാണ്. അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ വിഭാഗീയതയുടെ ഒരു ആഴം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ബോധപൂർവമായ ശ്രമമാണ്. അത് ആ ശ്രമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് പോകണം. എല്ലാവരും സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണം. എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയാവുന്ന ഒരു സംരക്ഷണം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. കേരള സ്റ്റോറിയുടെ പ്രദർശനം വിഷയമാക്കുകയാണ് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരും. കേരള സ്റ്റോറിയല്ല യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്ന് ശശി തരൂർ പറഞ്ഞു. കേരളത്തിലേത് മതസൗഹാർദ്ദത്തിന്റെ സ്റ്റോറിയാണെന്നും ശശി തരൂർ പറഞ്ഞു. മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളോട് മുഖം തിരിക്കണമെന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഞങ്ങളുടെ അഭിപ്രായം മൊത്തത്തിലാണ് ഈ കേരള സ്റ്റോറി അല്ല യാഥാർത്ഥ്യ കേരള സ്റ്റോറി.
യഥാർത്ഥ കേരള സ്റ്റോറി ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സംസ്ഥാനമാണ്. വന്ന് നമ്മുടെ ഓണം ആഘോഷം കാണും എല്ലാ മതത്തിൻ്റെ ജനങ്ങൾ. വന്ന് ഭീമപ്പള്ളി ഉറസിൽ വരൂ, എല്ലാ മതത്തിൻ്റെ ആൾക്കാരും ഇവിടെ ആഘോഷിക്കുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ റിയൽ കേരള സ്റ്റോറി. ഈ സിനിമയുടെ കഥ ശരിക്ക് സമുദായങ്ങളുടെ ഇടയിൽ ഒരു ക്രോധം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. അത് നമ്മുടെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. കേരള സ്റ്റോറി മാത്രമല്ല, പൗരത്വ ഭേദഗതി നിയമവും റിയാസ് മൗലവി കൊലപാതക കേസിലെ വിധിയും പരാമർശിച്ചായിരുന്നു പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയുടെ ഈദ് ദിന സന്ദേശം. രാജ്യത്ത് മുസ്ലിം വിരുദ്ധ നടപടികളുമായി ഭരണകൂടം മുന്നോട്ടു പോകുന്നതിന്റെ ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി നിയമമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിരുന്നു പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയുടെ റംസാൻ സന്ദേശം. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായി. ഞാൻ പറയുന്നു, നാം പലസ്തീന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കലാണ്. നാം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൈശാചികതയുടെ കൂടെ നിൽക്കലാണ്. എതിരാണെന്ന് പറയുകയും ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ നമ്മുടെ ഫ്രിഡ്ജുകളിൽ കയറ്റിവെക്കുകയും ചെയ്യുന്ന വിരോധാഭാസം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വരുന്നതല്ലെന്ന് ഈ സമയത്തെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണെന്നല്ലെങ്കിൽ ഞാൻ പറയുകയാണ്. നമ്മൾ ആ നിലപാട് എടുത്തേ മതിയാവൂ. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവും പ്രസംഗത്തിൽ ഉയർന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയായിരുന്നു വാക്കുകൾ. സയനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന വംശീയ അജണ്ട പോലെ തന്നെ രാജ്യത്തും മുസ്ലിം വിരുദ്ധവും വംശീയവുമായ അജണ്ടകളുമായി ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാഗ്വാദങ്ങൾ നമ്മൾ കേൾക്കുന്നു. സഹോദരങ്ങളെ, റിയാസ് മൗലവി കൊലപാതകത്തിലും പ്രതികരണം ഉണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു വിധി നീതിബോധമുള്ള മുഴുവൻ ആളുകളെയും ഏറെ നിരാശപ്പെടുത്തി. കാസർഗോഡ് മദ്രസാധ്യാപകനെ പള്ളിയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് 3 പ്രതികളെയും വിട്ടയക്കാനുള്ള കോടതി വിധിയുണ്ടായത്. വീഴ്ച എവിടെയാണോ സംഭവിച്ചിട്ടുള്ളത് അത് പരിഹരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണം. ഭീമാപള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. Today is a very happy occasion. We are celebrating Eid after fasting for 1 month. BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. പാളയം ഇമാമിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ UDF സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ ശശി തരൂർ ചില പരാമർശങ്ങൾ നടത്തി. അന്നും ഇന്നും നാളെയും പലസ്തീനൊപ്പമാണെന്ന് ശശി തരൂർ പറഞ്ഞു. MP ആയിരുന്നപ്പോൾ അത് വ്യക്തമാക്കിയിരുന്നതാണെന്നും തരൂർ പറയുന്നു. ഇസ്രയേലിന്റെ ഒപ്പം നിൽക്കുന്നത് പൈശാചികമാണെന്ന പാളയം ഇമാമിന്റെ വിമർശനത്തിന് പിന്നാലെയായിരുന്നു തരൂരിന്റെ ഈ പ്രതികരണം. അന്നും ഇന്നും നാളെയും ഞാൻ പാലസ്തീനിയൻ ജനങ്ങളൊപ്പം തന്നെയാണ്. ഇത് ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽക്കും ഭാരത സർക്കാരിൻ്റെ മന്ത്രിയായിട്ടും ഒരു പ്രതിപക്ഷ MP ആയിട്ടും എൻ്റെ സ്റ്റാൻഡ് സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വലിയ ഗുണം കാണുന്നില്ല. ഞാൻ എല്ലാ വിധത്തിലും ഈ കാര്യത്തിൽ എൻ്റെ പ്രസംഗമെന്ന് ജനങ്ങൾ യൂട്യൂബിൽ കേൾക്കട്ടെ. അന്യൻ്റെ ഇന്റർപ്രിട്ടേഷനെ പിടിച്ച് നടത്തിയിട്ട് വിവാദമുണ്ടാക്കുന്നത് ശരിയല്ല. കേരള സ്റ്റോറി പ്രദർശനത്തിൽ കത്തോലിക്ക സഭയിലും ചില ഭിന്നതകൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. സിനിമാ പ്രദർശനവുമായി കൂടുതൽ സഭകൾ രംഗത്ത് വരുന്നതിനിടെയാണ് മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളിയിൽ പ്രദർശിപ്പിച്ചത്. സാഞ്ചോപുരം പള്ളിയിലാണ് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. കേരള സ്റ്റോറി പോലുള്ള സംഘടിത പ്രചാരണം ഒരു വശത്ത് നടക്കുമ്പോൾ സത്യം വിളിച്ചു പറയേണ്ടത് ആവശ്യമാണെന്നാണ് പള്ളി വികാരി പറഞ്ഞത്. 100-ലേറെ വരുന്ന ബൈബിൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിയണമെന്ന് പള്ളി വികാരി നിതിൻ പനവേലി പറഞ്ഞു. കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും ഏതെങ്കിലും രൂപതയോ സഭയോ നല്ലത് പറഞ്ഞതുകൊണ്ട് അതിൽ മാറ്റം വരില്ലെന്നും പള്ളി വികാരി കൂട്ടിച്ചേർത്തു. വേദനിക്കുന്നവർക്കൊപ്പമാണ് നിൽക്കേണ്ടത്, അജണ്ടയല്ല വസ്തുതകളാണ് അറിയേണ്ടത്. ലവ് ജിഹാദിന്റെ ഊതിപ്പെരുപ്പിച്ച കണക്കുകൾക്ക് പകരം കൃത്യമായ കണക്കുകൾ പുറത്തുവിടട്ടെ എന്നും ഫാദർ പറഞ്ഞു. മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും ആവർത്തിക്കുന്നത് തെറ്റില്ല. പക്ഷേ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ
ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ്, കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ്, വിവേകമുള്ളവരാണ്. അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ ഇതിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ, നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ, ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് കേരളത്തെ പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്നൊരു കേരളമല്ലല്ലോ. അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം ശക്തമാണ്. പ്രണയക്കെണിക്കെതിരെ ബോധവൽക്കരണം ആവശ്യമെന്ന് പറയുന്നവർ തന്നെ കേരള സ്റ്റോറി സിനിമ ഏറ്റെടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് KCVC അടക്കം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കലാപം തടയാൻ മണിപ്പൂർ സർക്കാർ പരാജയപ്പെട്ടുവെന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല എന്നും വലിയ രീതിയിൽ സഭ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരള സ്റ്റോറി സിനിമ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ സമൂഹം ഏറ്റെടുക്കുന്നത് അനുകൂലമായിട്ടാണ് NDA നേതൃത്വവും അറിയിക്കുന്നത്. കേരള സ്റ്റോറി വിവാദം കത്തി നിൽക്കുമ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരു യഥാർത്ഥ കേരള സ്റ്റോറി. പെരുന്നാൾ ദിനത്തിൽ മഞ്ചേരിയിൽ ഈദ് നമസ്കാരം നടന്നത് CSI ദേവാലയത്തിലാണ്. പ്രദേശത്തെ മുസ്ലിം പള്ളികളിൽ ഈദ് നമസ്കാരത്തിന് സൗകര്യം ഇല്ലാത്തതിനാലായിരുന്നു വിശ്വാസികൾക്കായി ദേവാലയ അങ്കണം അനുവദിച്ചത്. എല്ലാവരും സഹോദരങ്ങളാണെന്നും മതമല്ല പരസ്പര സ്നേഹമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്നും പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു മഞ്ചേരി CSI നിക്കോളാസ് മെമ്മോറിയൽ ദേവാലയം. മുസ്ലിം പള്ളികളിലെ സ്ഥലപരിമിതി മനസ്സിലാക്കി വിശ്വാസികൾക്കായി ഈദ് നമസ്കാരത്തിന് ദേവാലയം തുറന്നുകൊടുക്കുകയായിരുന്നു. മതങ്ങളും പരസ്പരം വെറുപ്പോടെയും വൈരാഗ്യത്തോടെ ഭീതിയോടെ സംശയത്തോടൊക്കെ നോക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. അപ്പോൾ വെറുപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മാതിരി വെറുപ്പിൻ്റെ കടകളുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ പരസ്പര സ്നേഹത്തിൽ യോജിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനുള്ള കാലഘട്ടമാണിത്. ചെറിയ പെരുന്നാൾ ദിനം പ്രാർത്ഥനകൾക്ക് സൗകര്യം നൽകിയതിന് വിശ്വാസി സമൂഹത്തിനും പറയാൻ നന്ദി വാക്കുകൾ ഏറെ. മതേതര മനസ്സുകളെ ഛിന്നഭിന്നമാക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളിൽ ആവർത്തിക്കുകയാണ്. അത്തരം ദുശക്തികളുടെ പരിശ്രമങ്ങൾക്കുള്ള ഏറ്റവും മാന്യവും സുന്ദരവുമായ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മതേതര ഇടങ്ങൾ. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ മുക്കുമൂലകളിൽ ഇതുപോലെയുള്ള മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, മനുഷ്യസ്നേഹത്തിൻ്റെ ഉന്നതമായ കാഴ്ചകൾ ഇനിയുള്ള ദിനങ്ങളിൽ തീർച്ചയായും ഉണ്ടാവണം. രാജ്യം കടന്നു പോകുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി മതേതര ചേരികൾ ഒന്നിച്ചൊന്നായി നിൽക്കേണ്ട ഈ സന്ദർഭം, അതാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തു എന്ന തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് പോകുക. മഞ്ചേരി സംയുക്ത ഈദ് കമ്മിറ്റിയാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. മഞ്ചേരിക്കാർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ന്യൂസ് 18 മലപ്പുറം. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നലെയാണ് ദല്ലാൽ നന്ദകുമാർ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ചത്. CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് 25 ലക്ഷം രൂപ കൈക്കൂലിയായിട്ട് അനിൽ ആന്റണി വാങ്ങിയിരുന്നുവെന്നും അത് PJ കുര്യൻ ഇടപെട്ട് തിരികെ തന്നുമെന്നുമാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നത്. അതല്ല എങ്കിൽ, ഇക്കാര്യം കള്ളമാണെങ്കിൽ PJ കുര്യനോടും ഉമാ തോമസിനോടും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാമെന്നും അവർക്ക് രണ്ടുപേർക്കും ഇക്കാര്യം അറിയാമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു. ഇന്ന് PJ കുര്യൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. PJ കുര്യൻ പറഞ്ഞത് പണം തിരികെ വാങ്ങി തരണമെന്ന് ദല്ലാൽ നന്ദകുമാർ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് അനിൽ ആന്റണിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നുവെന്ന് PJ കുര്യൻ വെളിപ്പെടുത്തുകയുണ്ടായി. അത് അനിൽ ആന്റണിയോടോ AK ആന്റണിയോടോ താൻ പറഞ്ഞിരുന്നു. കൃത്യമായി ഇക്കാര്യം ഓർക്കുന്നില്ല. ആരോടാണ് ഇക്കാര്യം ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യം താൻ സംസാരിച്ചത് എന്നത് ഓർക്കുന്നില്ല എന്നും PJ കുര്യൻ പറഞ്ഞു. പക്ഷേ PJ കുര്യൻ്റെ ഈ വെളിപ്പെടുത്തലോടെ അനിൽ ആന്റണിക്കെതിരെയുള്ള കോഴ ആരോപണത്തിന് കൂടുതൽ ശക്തി കൈവന്നിരിക്കുകയാണ്. പക്ഷേ ഇത് കോഴയാണോ, എന്താവശ്യത്തിന് വേണ്ടിയാണ് ദല്ലാൽ നന്ദകുമാർ അനിൽ ആന്റണിക്ക് പണം കൊടുത്തതെന്നും തനിക്ക് അറിയില്ല എന്നും PJ കുര്യൻ പറയുകയുണ്ടായി. പക്ഷേ ഈ ആരോപണത്തിന് ശക്തി കൂടിയിരിക്കുകയാണ്. ആദ്യം ഈ വിഷയത്തിൽ PJ കുര്യൻ്റെ പ്രതികരണം കേൾക്കാം. CBI സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കാര്യമോ കാശ് മേടിച്ച് അതിന് കാശ് മേടിച്ചതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊന്നും എന്നോടാരും എനിക്ക് പറഞ്ഞിട്ടില്ല. എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ എനിക്കതിനകത്ത്
അത് അനിൽ ആൻ്റണിയോടാണോ പറഞ്ഞത്, ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ ഉള്ളൂ. ഞാൻ ഇന്ന് TV ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു, TV ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞില്ല. 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. എത്ര ലക്ഷം രൂപ ആണെന്നുള്ള വിവരം എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല. കാര്യം അത്രയൊരു ഡിസ്കഷൻ്റെ ആവശ്യം ഒന്നും എനിക്ക് അന്നേരം തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നന്ദകുമാർ വന്ന് എന്നോട് ശ്രീ A.K. ആന്റണി സാറിൻ്റെ അടുത്ത ആളാണല്ലോ കുര്യൻ സാറ്, എനിക്കൊരു സഹായം ചെയ്യണം, എനിക്കിങ്ങനെ അനിൽ ആൻ്റണി പൈസ തരാനുണ്ട്, അത് കിട്ടിയില്ല, തരുന്നില്ല, അത് സാറൊന്ന് ഇടപെട്ട് പറയണമെന്നുണ്ട്. അത്രയും ശരിയാ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കൈക്കൂലി മേടിച്ചതോ നിയമനക്കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. ദല്ലാൽ നന്ദകുമാർ അനിൽ ആന്റണിക്ക് കൊടുത്ത പണം തിരികെ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി താൻ ഇടപെട്ടു എന്നുള്ള കാര്യം PJ കുര്യൻ സമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് കൈക്കൂലി പണമാണോ എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നും PJ കുര്യൻ പറയുന്നു. അനിൽ ആന്റണിയോടോ A.K. ആന്റണിയോടോ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും PJ കുര്യൻ പറയുകയാണ്. ഇതോടെ ഈ വിഷയം വലുതായിരിക്കുകയാണ്. എന്നാൽ ഇതിൽ അനിൽ ആന്റണിയുടെ പ്രതികരണം PJ കുര്യന് എതിരെയായിരുന്നു. PJ കുര്യൻ കൂടി ഇടപെട്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. ഇതാണ് ഇന്നലെ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നിലെന്നും അനിൽ ആന്റണി ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. നേരത്തെ A.K. ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ചയാളാണ് PJ കുര്യനെന്നും ഇക്കാര്യം കേരളത്തിന് അറിയാവുന്ന കാര്യമാണെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. അനിൽ ആന്റണിയുടെ വാക്കുകളിലേക്ക്. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ PJ കുര്യൻ. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് 52 വർഷം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ K. കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും A.K. ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ A.K. ആന്റണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് A.K. ആന്റണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ, വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ എന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരും. ഈ വിഷയത്തിൽ ഉമാ തോമസിനും ചില കാര്യങ്ങൾ അറിയാമെന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു. കാരണം PT തോമസിന് ഈ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. PT-യോട് താൻ ഇത് സംസാരിച്ചിട്ടുണ്ടെന്ന് TG നന്ദകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം. പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. എനിക്ക് നന്ദകുമാറിനെ നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ ഒരു സൈക്കിളെ ഓട്ടി ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു നന്ദകുമാർ. ഈ നന്ദപ്പനാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പം നന്ദപ്പന് ഇപ്പം ഇങ്ങനെയൊരു ആരോപണം പറയുമ്പോൾ ഇതിൽ എനിക്ക് ഒരറിവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം, PT തോമസിനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. പിന്നെ ഇലക്ഷൻ കാലം നമ്മളിപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ട് 20 സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ, ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു അറിവുമില്ല. ഉമാ തോമസ് ഈ വിഷയം നിഷേധിച്ചിരിക്കുകയാണ്. എന്നാൽ 10 വർഷം മുമ്പ് അനിൽ ആന്റണി, അതായത് 2013 അനിൽ ആന്റണി തൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അത് CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനുള്ള കോഴയായിരുന്നു. പക്ഷേ ആ നിയമനം നടന്നില്ല. അതുകൊണ്ട് പണം തിരികെ ചോദിച്ചു, തന്നില്ല. പിന്നീട് PJ കുര്യൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. PJ കുര്യനോട് താനാണ് പറഞ്ഞത്, TG നന്ദകുമാർ പറഞ്ഞു.
അത് കാരണം PJ കുര്യൻ ഇടപെട്ടു ഈ വിഷയത്തിലെന്ന് TG നന്ദകുമാർ പറഞ്ഞിരുന്നു. അത് ഇന്ന് PJ കുര്യൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പക്ഷേ കോഴയാണോ വാങ്ങിയത് എന്നുള്ള കാര്യം PJ കുര്യൻ പറഞ്ഞിട്ടില്ല. അനിൽ ആന്റണി ഇക്കാര്യത്തിൽ ശക്തമായി തിരിച്ചടി നൽകുകയാണ് PJ കുര്യന്. ശശി നാരായണൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശശി, ഇപ്പോൾ പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതിപ്പോൾ വലിയ വിഷയമായിട്ട് വന്നിട്ടുണ്ടോ? ഇന്ന് വിവിധ സ്ഥാനാർത്ഥികൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ? അനിൽ ആന്റണി ഇങ്ങനെ ഒരു മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ആന്റണിയുടെ പ്രതികരണം എന്താണ്? ഐസക് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? മഞ്ജുഷേ, ഇത് വലിയൊരു വിവാദമായ ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ ഈ നേതാക്കളെല്ലാം, ആരോപണവിധേയരായ നേതാക്കളൊക്കെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് അനിൽ ആന്റണിക്കെതിരെയാണ്. ആദ്യം ഈ ദല്ലാൽ നന്ദകുമാർ 25 ലക്ഷം രൂപ CBIയിലെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് നൽകിയെന്ന് പറയുന്നത് അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ വേണ്ടി PJ കുര്യനെ സമീപിച്ചു എന്നാണ് ദല്ലാൽ നന്ദകുമാർ ഇന്നലെ വ്യക്തമാക്കിയത്. അതിന് പ്രകാരം ഇന്നലെ തന്നെ അനിൽ ആന്റണിയെ നമ്മൾ സമീപിച്ചിരുന്നു. അനിൽ ആന്റണി അക്കാര്യം വ്യക്തമാക്കിയത് തനിക്ക് അത്തരം കാര്യം അറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില വിവാദങ്ങൾ ഉണ്ടാക്കി തന്നെ പരാജയപ്പെടുത്താനുള്ള ഒരു UDFന്റെ ശ്രമമാണ്, അതിൽ ആന്റണിക്ക് പങ്കുണ്ട് എന്ന രീതിയിലാണ് ഇന്നലെ അനിൽ ആന്റണി പ്രതികരിച്ചത്. അതിന് കാരണമായി പറയുന്നത് ഈ PJ കുര്യനും ഉമാ തോമസും ഈ താൻ പണം കൊടുത്ത കാര്യം, അനിൽ ആന്റണിക്ക് പണം കൊടുത്ത കാര്യം അറിയാമെന്ന് ഇന്നലെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനിൽ ആന്റണിയോട് അന്വേഷിച്ചപ്പോൾ അക്കാര്യം നിങ്ങൾ PJ കുര്യനോടോ ഉമാ തോമസിനോട് അന്വേഷിക്കുക എന്നാണ് അനിൽ ആന്റണി ഇന്നലെ വ്യക്തമാക്കിയത്. അതിന് പ്രകാരം ഇന്നാണ് ഇതിനെതിരെ ഒരു പ്രതികരണം PJ കുര്യന്റെ ഭാഗത്തു നിന്നുണ്ടായത്. താന് ഈ പണം വാങ്ങിയെന്നുള്ള കാര്യത്തിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ പണം തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ വേണ്ടി താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം PJ കുര്യൻ സ്ഥിരീകരിച്ചിരുന്നു. താൻ ഇടപെട്ടാണ് ഈ പണം തിരികെ നൽകണമെന്ന് അനിൽ ആന്റണിയോട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടി PJ കുര്യൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും ഇത്തരം ഒരു കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമാ തോമസും അറിയില്ലെന്ന് പറഞ്ഞെങ്കിൽ കൂടി തന്നെ ഈ ദില്ലിയിലുള്ള UDFന്റെ നേതാക്കൾക്ക് ഈ ദല്ലാൽ നന്ദകുമാർ സുപരിചിതനാണ്. അദ്ദേഹം ഈ നിയമനവുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ അനിൽ ആന്റണിക്ക് നൽകിയെന്നുള്ള കാര്യം ഒരു വസ്തുതാപരമായ കാര്യമാണ് എന്നുള്ള കാര്യമാണ് PJ കുര്യൻ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായി തള്ളുകയാണ് അനിൽ ആന്റണി. അനിൽ ആന്റണി പറയുന്നത് UDFന്റെ നേതാക്കന്മാർക്ക് തന്റെ വിജയം തടയാൻ വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമമാണ് ഇപ്പോൾ PJ കുര്യൻ നടത്തുന്നത്. 12 വർഷം മുമ്പ് മാത്രമാണ് നമുക്ക് നന്ദകുമാറിനെ അറിയാൻ തനിക്ക് പരിചയമുള്ളത്. ഈ ക്രിമിനലാണ് നന്ദകുമാർ. ആ ക്രിമിനലായ നന്ദകുമാർ PJ കുര്യന്റെ അടുത്ത ആളാണ്. PJ കുര്യന് ഒരു പ്രമാദമായ കേസ് തീർപ്പാക്കാൻ വേണ്ടി സഹായിച്ച വ്യക്തിയാണ് നന്ദകുമാർ. അതുകൊണ്ട് തന്നെ നന്ദകുമാർ PJ കുര്യന്റെ അടുത്ത ആളാണ്. ആ UDFന്റെ ഭാഗത്ത് നിന്നും തനിക്കെതിരെ ഒരു ഗൂഢമായ, തന്നെ തോൽപ്പിക്കാൻ വേണ്ടി, പരാജയപ്പെടുത്താൻ വേണ്ടി ഗൂഢമായ ഒരു നീക്കമാണ് ഈ ആരോപണത്തിന് പിന്നിലെന്നാണ് അനിൽ ആന്റണി വ്യക്തമാക്കുന്നത്. ഏതായാലും രാഷ്ട്രീയപരമായി വലിയൊരു വിവാദത്തിനാണ് തുടക്കം വെച്ചിരിക്കുന്നത്. UDFന്റെയും അതുപോലെ തന്നെ LDFന്റെയും നേതാക്കളും അതുപോലെ സ്ഥാനാർത്ഥികളാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഉണ്ടാവും. ഒരു രാഷ്ട്രീയ വിവാദത്തിൽ തന്നെയാണ് ഈ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ ഈ നന്ദകുമാറിന്റെ ആരോപണം ഇപ്പോൾ വന്നിട്ടുള്ളത്. ശശി, എന്തായാലും പത്തനംതിട്ടയിൽ ഇത് വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയാണ്. BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയുള്ള TG നന്ദകുമാറിന്റെ ആരോപണം, അത് PJ കുര്യൻ ഇതിന് ശക്തി പകരുന്ന ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയതോടുകൂടി ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. RSS BJP രാഷ്ട്രീയം പറയാൻ ഇപ്പോഴേ ഇത്രയും വാശിയുള്ള ഇത്തരം മാന്യന്മാർ അഥവാ എങ്ങാനും ഇവിടെ എത്തിപ്പോയാൽ സ്ഥിതി എന്താ? പഴയ ചൊല്ലുണ്ട്, നമ്മളെല്ലാം പഠിച്ചതാണ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ എന്നാണ് ചോദ്യം. പഴയ പദ്യത്തിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ? ഇതിലൊക്കെ വെച്ചാൽ മതി, ഇവിടെ വെച്ചാൽ മതി, വെണ്ണ നെയ്യാകും. അതുപോലെ ഇവരൊക്കെ വെണ്ണയാണ്. BJPക്ക് വേണ്ടി നെയ്യാകാൻ കാത്തിരിക്കുന്ന വെണ്ണയാണ് ഇത്തരം കോൺഗ്രസ്സുകാർ. അവരാണ് കോൺഗ്രസിൻ്റെ പുതിയ മുഖം. അതുകൊണ്ട് കോൺഗ്രസ് അകപ്പെട്ട ഈ അഗാധമായിട്ടുള്ള ആശയ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി, അതിന് പരിഹാരം കാണാൻ കുതിക്കുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ട്. നെഹ്റുവിനെ മറക്കാത്ത, ഗാന്ധിജിയെ ഓർക്കുന്ന ആ കോൺഗ്രസ്സുകാർ, അവരിൽ പലരും ഇത്തവണ വോട്ട് ചെയ്യുക ഈ പക്ഷത്തായിരിക്കും, ഇടതുപക്ഷത്തായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഊർജിതമാവുകയാണ്. CMRL ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ED. കൊച്ചിയിൽ ED ഓഫീസിൽ നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കൊച്ചിയിൽ നിന്ന്
നവമി, ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ ഈ മാസപ്പടി കേസിൽ വന്നിരിക്കുന്നത്. കരുവന്നൂരിന് പിന്നാലെ ഇപ്പോൾ കൊച്ചി ED ഓഫീസിലേക്ക് എക്സാലോജിക് CMRL ഇടപാടിൻ്റെ രേഖകളുമായിട്ട് ഉദ്യോഗസ്ഥർക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണല്ലോ. എന്താണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്? മഞ്ജുഷ, ഏറ്റവും സുപ്രധാനവും നിർണായകവുമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ED. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറെ ചർച്ചാ വിഷയം, പ്രതിപക്ഷമടക്കം ചർച്ചയാക്കിയിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട എക്സാലോജിക് കമ്പനി ഈ മാസപ്പടി വിവാദത്തിൽ 1.75 കോടി രൂപ പണം കൈപ്പറ്റി, അതും സേവനങ്ങളൊന്നും ചെയ്യാതെ പണം കൈപ്പറ്റിയെന്ന വലിയൊരു വിവാദം. അതിനെ തുടർന്ന് SFIOയും രജിസ്ട്രാർ ഓഫ് കമ്പനീസും ഒക്കെ ഈ വിഷയത്തിലൊരു അന്വേഷണം നടത്തുന്നതിനിടയിലാണ് EDയും ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്ന് നമ്മളടക്കം അത് വലിയ വാർത്തയാകുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിന്റെ അടുത്ത പടി എന്നോണം ED ഈ ഒരു കേസിൽ ആദ്യത്തെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ CMRന്റെ ഉദ്യോഗസ്ഥനോടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഫിനാൻസ് ഉദ്യോഗസ്ഥനോടാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ആദായ നികുതി വകുപ്പിന് ആദ്യം മൊഴി നൽകിയ ഉദ്യോഗസ്ഥൻ കൂടിയാണ് നാളെ EDക്ക് മുന്നിൽ ഹാജരാകുന്നത്. അന്ന് ആദായ നികുതി വകുപ്പിന് മുൻപിൽ മൊഴി നൽകിയത് വീണയുടെ കമ്പനിക്ക് പണം നൽകി, അത് സേവനത്തിനാണ് പണം നൽകിയതെന്ന് പറയുന്നു. പക്ഷെ എന്ത് സേവനത്തിനാണെന്നുള്ളൊരു ചോദ്യത്തിന് പിന്നീട് മറുപടി ഉണ്ടാകാത്തൊരു സാഹചര്യം. പിന്നീടാണ് ഇത് വലിയൊരു അഴിമതിയാണ്, കള്ളപ്പണ ഇടപാടാണോ, അത് വലിയൊരു ചർച്ചയിലേക്ക് ഇത് നയിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം നാളെ EDക്ക് മുന്നിൽ വരുമ്പോൾ ED ആദ്യപടി എന്നോണം ഇതിലൊരു കേസെടുത്ത് അതിൽ ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായി അത് തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനും ഒപ്പം മുഖ്യമന്ത്രിക്കും വലിയൊരു പ്രതിരോധം കൂടിയാണ് സൃഷ്ടിക്കുന്നത്. നാളെ മുതലായിരിക്കും ഈ ഒരു മാസപ്പടി വിവാദ കേസിലെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വിവിധ ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ആവശ്യപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. ഏകദേശം 12ഓളം സമൻസുകളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ED തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിൽ കമ്പനികളും വ്യക്തികളുമായി ഉൾപ്പെടെ 12 പേർക്കാണുള്ള സമൻസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് ആരൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമൻസ് തയ്യാറായിട്ടുണ്ടോ എന്നതിലാണ് ഇനിയുള്ളൊരു അറിയേണ്ടത്. കാരണം ഈ 12 പേരിൽ വീണ വിജയനും ഉൾപ്പെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വരും ദിവസങ്ങളിലും അതിലും ഒരു വ്യക്തതയുണ്ടാകും. എന്തായാലും ED ഉദ്യോഗസ്ഥർ ഇതിൽ ആരൊക്കെയാണ് ഇനിയുള്ള സമൻസ് എന്നതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. എന്തായാലും ഈ മാസപ്പടി വിവാദ കേസിൽ വലിയൊരു നീക്കത്തിലേക്കാണ് ED കടന്നിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ എന്ന വണ്ണം CMRLന്റെ ഫിനാൻസ് ഉദ്യോഗസ്ഥനോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ഒരു ആയുധം, അതായത് EDയുടെ ചോദ്യം ചെയ്യൽ, പിന്നീടുള്ള നീക്കങ്ങൾ, ഇതെല്ലാം ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം. പക്ഷേ ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിരോധിക്കുക എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനം. ശരി നവമി, എന്തായാലും CMRLന് പിന്നാലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വലിയ ഒരു ചർച്ചാ വിഷയമായി മാറാൻ സാധ്യതയുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണം. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണം ഇത് രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിപ്പോൾ CPMന്റെ പ്രതിരോധം തകർക്കുന്ന രീതിയിലുള്ളതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. 2 പ്രതികൾക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസിന്റെ ഈ പരാമർശം വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബോംബ് നിർമ്മാണം എന്ന രീതിയിലാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇതുവരെ പാർട്ടി പറഞ്ഞിരുന്നത് ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ പോലുമായിരുന്നു. അങ്ങനെയാണ് ഈ അമൽ ബാബു എന്ന DYFIയുടെ ഭാരവാഹി ഈ കേസിൽ പ്രതിയായത് എന്ന് പോലും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അമൽ ബാബുവിൻ്റെയും മറ്റൊരു ഭാരവാഹിയുടെയും റിമാൻഡ് റിപ്പോർട്ടിലല്ലേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പോലീസ് നടത്തിയിരിക്കുന്നത്? അപ്പോൾ CPMന്റെ പ്രതിരോധം ഇവിടെ പാളുകയാണ്. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് CPM പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പൊളിയുന്ന തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബോംബ് രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യമിട്ട് കൂടി ഉള്ളതാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ CPM നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഈ പ്രാദേശികമായുള്ള 2 സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക തീർക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവം എന്ന രീതിയിലാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ കുടിപ്പകയ്ക്ക് അപ്പുറം രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യമിട്ടും കൂടിയാണ്
ഈ ബോംബ് നിർമ്മാണം നടന്നത് എന്ന് പറയുമ്പോൾ CPM ഇതുവരെ പറഞ്ഞ വാദങ്ങൾ പൂർണ്ണമായി പൊളിയുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഒപ്പം ഈ അറസ്റ്റിലായ പ്രവർത്തകർ എല്ലാവരും ഈ ബോംബ് സ്ഫോടനവുമായി അല്ലെങ്കിൽ ബോംബ് നിർമ്മാണവുമായി നേരിട്ട് ബന്ധപ്പെട്ടവരല്ല എന്നൊരു വാദം CPM മുന്നോട്ട് വെച്ചിരുന്നു. DYFI യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായാണ് സ്ഥലത്തേക്ക് എത്തിയത്. പരിക്കേറ്റ ആളുകളെ അവിടെ നിന്നും മാറ്റുന്നതിനും മറ്റു ചികിത്സാ സഹായം നൽകുന്നതിനുമൊക്കെ ഇടപെട്ട ആളുകളാണ് ഇവരിൽ പലരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദവും പൂർണ്ണമായി പൊളിയുന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ. ഈ അറസ്റ്റിലായവരിൽ എല്ലാവർക്കും ഈ ബോംബ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അറിയാമായിരുന്നു, കൃത്യമായി വിവരങ്ങൾ ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ പങ്കെടുത്തു എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഒപ്പം ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഈ ബോംബുകൾ സ്ഥലത്ത് നിന്നും മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. ഈ അറസ്റ്റിലായവരിൽ പലരും ഇടപെട്ടിരുന്നു എന്നും കൃത്യമായി തന്നെ പോലീസ് വ്യക്തമാക്കുന്നു. DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയായ ഷിജാലാണ് ഈ സംഭവങ്ങളുടെ മുഖ്യ ആസൂത്രകൻ, അതായത് ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന റിപ്പോർട്ട് വ്യക്തമാകുന്നു. അവിടെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നു. CPM പറഞ്ഞ വാദങ്ങൾ പൊളിയുന്നു. യൂണിറ്റ് സെക്രട്ടറി തന്നെ നേരിട്ട് ഈ കൃത്യത്തിന്റെ ഒരു സൂത്രധാരനായി മാറുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ഈ ബോംബ് പൊട്ടിയതിന്റെ പേരിൽ നടക്കുന്നത് എന്നായിരുന്നു CPM പറഞ്ഞത്. ഈ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ ആളുകളെയാണ് ഈ പ്രതിപട്ടികയിൽ ചേർത്തത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ആരോപിച്ചിരുന്നു. ഈ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടിയപ്പോൾ അവിടെ മുൻപന്തിയിൽ നിൽക്കുകയും ചികിത്സ ഉറപ്പാക്കാൻ യത്നിക്കുകയും ഒക്കെ ചെയ്ത ആളുകളെയും ഇതിൽ ചേർത്തിരുന്നുവെന്നും CPM വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും പൊളിയുന്ന ഒരു സാഹചര്യം. ഈ ഒരു റിമാൻഡ് റിപ്പോർട്ട് വന്നതോടുകൂടി ഇത് വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറുകയാണല്ലോ. ഇപ്പോൾ തന്നെ ഈ പാനൂരിൽ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായതിനു ശേഷം ഇത് കോൺഗ്രസ് വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു, UDF വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു. അത് LDFനെ പ്രതിരോധത്തിലാക്കിയതാണ്. ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് വന്നതിന് ശേഷം നേതാക്കളുടെ പ്രതികരണം എങ്ങനെയാണ്? നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 വാദങ്ങൾ പൂർണ്ണമായും പൊളിയുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന്, ഈ പ്രാദേശികമായുള്ള കുടിപ്പക തീർക്കുന്നതിൻ്റെ ഭാഗമായി 2 സംഘങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലും അതിൻ്റെ തുടർ സംഭവങ്ങളുമാണ് ഇത്തരമൊരു അത്യാഹിതത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ഒരു വാദം പറഞ്ഞത്. അത് ഈ റിമാൻഡ് റിപ്പോർട്ട് കൂടി പൊളിയുന്നു. കാരണം രാഷ്ട്രീയ പ്രയോഗികളെ വകവരുത്തുക അല്ലെങ്കിൽ അവരെ നേരിടുക എന്ന ലക്ഷ്യം ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. മറ്റൊന്ന്, പ്രാദേശിക DYFI പ്രവർത്തകർ ഇത്തരം കൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവരല്ല, അവർ ഈ ആളുകളെ രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി അവിടെ ചെന്നത് എന്നാണ്. പക്ഷേ അത് കൃത്യമായി പൊളിയുന്ന കാര്യമുണ്ട്. കാരണം ഈ സ്റ്റീൽ ബോംബ് നിർമ്മിക്കാനുള്ള ചെറിയ ടിഫിൻ ബോക്സ് ഉണ്ട്, സ്റ്റീൽ പാത്രം. ആ പാത്രം വാങ്ങി നൽകിയത് സബിൻ ലാൽ എന്ന് പറയുന്ന ആളാണ്. ഈ പാനൂരിൻ്റെ പുറത്തുള്ള കടയിൽ നിന്നാണ് ഈ സ്റ്റീൽ പാത്രം വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്ത്. ഇതടക്കമുള്ള ഗൂഢാലോചനയിൽ ഈ പാത്രം വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ, മറ്റു വസ്തുസാമഗ്രികൾ വാങ്ങുന്ന കാര്യങ്ങളിലൊക്കെ അമൽ ബാബു എന്ന DYFI നേതാവ് കൃത്യമായി ആദ്യന്ത്യം ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം ഈ ഗൂഢാലോചന എടുത്ത് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്ഫോടനം നടന്ന ഉടൻ ഈ സ്ഥലത്തേക്ക് അമൽ ബാബു എത്തിപ്പെട്ടിരുന്നു. ഈ പൊട്ടാത്ത ബോംബുകൾ ഈ സ്ഥലത്ത് കിടപ്പുണ്ടായിരുന്നു. ഈ പൊട്ടാത്ത ബോംബുകൾ പിടികൂടിയാൽ ഉണ്ടാവുന്ന ഈ പരിണിത ഫലം എന്താണ് എന്ന് കൃത്യമായി അറിയാവുന്ന അമൽ ബാബു ഈ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 200 മീറ്റർ ദൂരത്തേക്ക് ഈ ബോംബുകൾ മാറ്റി ഒളിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ 2 പേരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചതും ഇയാൾ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും ഇത്തരം വാദമുഖങ്ങളാണ് പൂർണ്ണമായും പൊളിഞ്ഞു വീഴുന്നത്. ഇനി എന്താണ് CPM നേതാക്കൾ ഇതിൻ്റെ ഒരു മറുപടിയായി പറയുക? കാരണം ഈ സ്ഫോടനത്തിൽ മരിച്ചയാളുടെ വീട്ടിൽ പ്രാദേശിക നേതാക്കൾ എത്തി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നപ്പോൾ നാട്ടിലൊരു അത്യാഹിതം നടന്നാൽ പോകാതിരിക്കാൻ തക്കവണ്ണം മനുഷ്യത്വഹീനരായ ആളുകളല്ല CPM എന്ന രീതിയിലൊക്കെ ആയിരുന്നു പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനപ്പുറം ഈ പ്രതികളുമായി നേരിട്ട് CPMന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ CPM കൂടി പ്രതിരോധത്തിലാവുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ UDF ഈ വിഷയം വലിയ രീതിയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവം നടന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സമാധാന സന്ദേശ യാത്ര നടത്തിയിരുന്നു. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെ ഏറ്റവും
പ്രധാന വിഷയവുമായി ഇപ്പോൾ ഉന്നയിക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ്. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ ജനവിധിയാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴും ആ വിഷയങ്ങളൊക്കെ പാടെ ഒഴിവാക്കി ഈ പാനൂരിലെ സ്ഫോടനമാണ് 1-ാം നമ്പർ പ്രചാരണ വിഷയമായി അവർ ഉയർത്തിക്കാട്ടുന്നത്. ശരി സനീഷ് കുമാർ, എന്തായാലും പാനൂരിലെ ഈ ബോംബ് സ്ഫോടനം വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. CPM-ന്റെ പ്രതിരോധങ്ങൾ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. പ്രശസ്ത നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു ഗാന്ധിമതി ബാലന്. 80കളിലും 90കളിലും സിനിമാ നിർമ്മാണ രംഗത്തും വിതരണ രംഗത്തും സജീവമായിരുന്നു ഗാന്ധിമതി ബാലൻ. സിനിമാ സംഘടനകളുടെ രൂപീകരണ കാര്യത്തിലും ഗാന്ധിമതി ബാലൻ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അന്തരിച്ചു. 66 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലായി ചികിത്സയിലിരിക്കെയായിരുന്നു ഗാന്ധിമതി ബാലന്റെ അന്ത്യം. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സിനിമകൾ തൂവാനത്തുമ്പികൾ അദ്ദേഹത്തിന്റെ ഹിറ്റ് സിനിമകളാണ്. ഒട്ടേറെ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവും വിതരണക്കാരനുമായിരുന്നു ഗാന്ധിമതി ബാലൻ. അതിൽ എടുത്തു പറയാവുന്ന സിനിമ പഞ്ചവടിപ്പാലം, KG ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടിപ്പാലത്തിന്റെ നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. ഗാന്ധിമതി ഫിലിംസും ഗാന്ധിമതി റിലീസും അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. സുഖമോ ദേവിയുടെ നിർമ്മാതാവാണ് അദ്ദേഹം. അതുകൂടാതെ നൊമ്പരത്തിപ്പൂവ് എന്ന സിനിമയുടെ നിർമ്മാതാവ്, ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ബാലചന്ദ്ര മേനോന്റെ സിനിമയായിരുന്നു അദ്ദേഹം ആദ്യം നിർമ്മിച്ചത്. ഏതാണ്ട് 30ഓളം സിനിമകളുടെ നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ്. അരുൺ, ഈ ഇടയ്ക്ക് കുറച്ച് മറ്റ് ചില ബിസിനസ് സംരംഭങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നുവല്ലോ. ഇപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം? എന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത്? മഞ്ജുഷ, 80 മുതൽ 80കളിലും 90കളുടെ തുടക്കം വരെയും മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവ് എന്ന നിലയിലാണ് ഗാന്ധിമതി ബാലൻ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളായ പഞ്ചവടിപ്പാലം, അതുപോലെ തന്നെ തൂവാനത്തുമ്പികൾ പോലുള്ള ചിത്രങ്ങളാണ് പ്രധാനമായും അദ്ദേഹം നിർമ്മിച്ചത്. മലയാളത്തിൽ ഈ പടംവാരി പടങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ക്ലാസിക് ചിത്രങ്ങളുടെ നിർമ്മാതാവ് നിലയിലാണ് ഗാന്ധിമതി ബാലൻ ഓർമ്മിക്കപ്പെടുക. പഞ്ചവടിപ്പാലം, KG ജോർജിന്റെ പഞ്ചവടിപ്പാലം 82-ൽ, അതിനുശേഷം 10-ാം ഉദയം, സുഖമോ ദേവി, വേണുനാഗവള്ളി സംവിധാനം ചെയ്ത സുഖമോ ദേവി, നൊമ്പരത്തിപ്പൂവ്, 3-ാം പക്കം, ഈ തണുത്ത വെളുപ്പാങ്കാൽ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വളരെ കലാപരമായി മികച്ചുനിന്ന ചിത്രങ്ങളുടെ നിർമ്മാതാവ്, വിതരണക്കാരൻ എന്ന നിലയിൽ പ്രശസ്തനായ ആളാണ് ഗാന്ധിമതി ബാലൻ. വരുമാനം എന്നതിലുപരി ചലച്ചിത്രത്തെ സിനിമയെ തന്റെ പാഷനായി കൊണ്ടുവരുന്ന, ഹൃദയത്തിന്റെ ഭാഗമായി തന്നെ കൊണ്ടു നടന്ന ഒരു ചലച്ചിത്രകാരനാണ് ഗാന്ധിമതി ബാലൻ. പല ക്ലാസിക് സിനിമകളുടെ പിറവിക്ക് പിന്നിലും അദ്ദേഹത്തിന്റെ പങ്ക് മറക്കാനാകാത്തതാണ്. പിന്നീട് 2015 സംസ്ഥാനത്ത് ദേശീയ ഗെയിംസ് നടന്നപ്പോൾ അതിന്റെ ചീഫ് കോർഡിനേറ്റർ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ കുറെ നാളുകൾ അദ്ദേഹം ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 66 വയസ്സായിരുന്നു ഗാന്ധിമതി ബാലൻ. ഉച്ചയ്ക്ക് 12:52 അദ്ദേഹത്തിന്റെ മരണമുണ്ടായത്. നാളെ തിരുവനന്തപുരത്ത് സംസ്കാരം നടക്കുമെന്ന രീതിയിലാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അരുൺ, ഇദ്ദേഹം സിനിമാ നിർമ്മാതാവ്, വിതരണക്കാരൻ എന്നത് കൂടാതെ തന്നെ ഈ സംഘടനകളുടെ രൂപീകരണ കാര്യത്തിൽ, പിന്നെ ഈ താരനിശകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണല്ലോ. അതുകൊണ്ട് ഗാന്ധിമതി എന്നുള്ള പേര് തന്നെ ഈ മലയാള സിനിമയുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു പേരായി മാറുകയായിരുന്നു. ഇപ്പോൾ നടൻ അശോകൻ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ അശോകൻ, വളരെ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്, ഗാന്ധിമതി ബാലൻ നമ്മോടൊപ്പം ഇല്ല ഇപ്പോൾ. ഒട്ടേറെ സിനിമകളിൽ, പ്രത്യേകിച്ച് പത്മരാജന്റെ പല സിനിമകളിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ. എങ്ങനെ അനുസ്മരിക്കുന്നു ഗാന്ധിമതി ബാലനെ താങ്കൾ ഇപ്പോൾ? ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഒരു ന്യൂസ് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. കാര്യം, ഒരു മാസമായില്ല അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട്. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ കണ്ടതാണ്. അതിനുമുമ്പ് ഞാൻ വിളിച്ചപ്പോൾ സുഖമില്ലാത്ത കാര്യം അടുത്ത സമയത്ത് ഞാൻ അറിയുന്നത്. അങ്ങനെ വിളിച്ചപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് സുഖം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു. പക്ഷേ കണ്ടപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വളരെ ആരോഗ്യവാനായിരുന്നു, വളരെ പ്രസന്റ് ആയിരുന്നു. ഒരുപാട് ഞങ്ങൾ തമാശയെ പറയുകയും ചിരിക്കുകയും പല സിനിമകളെ കുറിച്ച് സംസാരിക്കുകയും മറ്റ് കുടുംബകാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചു ആ സമയത്ത്. അപ്പം ഞാൻ കണ്ടപ്പോൾ സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു രോഗം നമുക്ക് അറിഞ്ഞു എങ്കിൽ പോലും അതിന്റെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കാണിക്കാതെ, അല്ലെങ്കിൽ ആ സമയത്ത് തോന്നിയിരുന്നില്ല എനിക്ക്. ഞാൻ വിചാരിച്ചു മനസ്സുകൊണ്ട് അത് ഓക്കെ ആയല്ലോ, ഇപ്പൊ രക്ഷപ്പെട്ടു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ്. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഇനിയിപ്പോ വീട്ടിൽ അശോകം വരണം എന്നുള്ളത് ഞാൻ വരാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞ അങ്ങനെയാണ്. സിനിമയുടെ ഒരു നിർമ്മാതാവ് എന്നുള്ളതിൽ അദ്ദേഹം സാധാരണ ഒരു സ്ഥിരം ഒരു നിർമ്മാതാവ്, ഒരു കച്ചവട മനസ്സിലുള്ള ഒരാളായിരുന്നില്ല. നല്ല സിനിമകളെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാനൊക്കെ ഒരുപാട് പടം ഇറക്കിയിട്ട് അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട്
എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടൊക്കെ വേറെ പടങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല പടങ്ങളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തം പടം മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, ഇതൊക്കെ മറക്കാൻ പറ്റാത്ത സിനിമകളാണ്. അല്ലാതെ രണ്ടും പത്മരാജന്റെ സിനിമകളാണ്. പത്മരാജൻ എന്ന കലാകാരനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം, സംശയമില്ല. അദ്ദേഹം കച്ചവടം നോക്കാതെ എടുക്കുന്ന സിനിമകളാണ് ഇല്ല. പടം ഓടോ ഇല്ലയോ എന്നുള്ളതല്ല, പടം ഓടിയില്ലെങ്കിലും പുള്ളിക്കതിലെ ടെൻഷനോ വിഷമോ അത് കാണിക്കാറില്ല. നല്ല സിനിമ ഞാൻ എടുത്തല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനോഭാവം. അങ്ങനെ എടുത്തെല്ലാം നല്ല സിനിമകൾ തന്നെയായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. കുറച്ച് മാത്രം കുറെ സിനിമകൾ വിട്ടോ കുറച്ച് വളരെ കച്ചവട രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം നല്ല സിനിമയുടെ ആളാണ്. അപ്പൊ നമുക്ക് എന്താവശ്യങ്ങൾക്കും, അത് സാമ്പത്തികമാണെങ്കിലും മറ്റ് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും, എന്ത് പേഴ്സണലായിട്ട് ആവശ്യങ്ങളും ഒരു പരിഹാരങ്ങൾക്കും എല്ലാം നമുക്ക് വളരെ വളരെ കൂടെ നിന്ന് ഏത് രാത്രിയിലും എപ്പോൾ വിളിച്ചാലും അദ്ദേഹത്തിന്റെ ഒരു സഹായം, ഒരു നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടാവും. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. കാരണം സിനിമയിൽ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ വാസ്തവത്തിൽ വളരെ കുറവാണ്. പക്ഷേ ഗാന്ധിപതി ബാലിനെ സംബന്ധിച്ച് സിനിമയിൽ ഇതൊക്കെ എന്നും ഓർക്കാവുന്ന കാര്യം. അതൊരു നഷ്ടമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും വളരെ നഷ്ടമാണ് സിനിമയ്ക്ക്. ശരിയാണ്. ഈ 80കളിലൊക്കെ ഈ പോസ്റ്ററിനൊപ്പം ബാലൻ, പത്മരാജൻ എന്ന് ചേർത്ത് വെച്ചുള്ള പോസ്റ്ററുകൾ കണ്ടിരുന്നു. പിന്നെ ഗാന്ധിമതി ഫിലിംസ് അവതരിപ്പിക്കുന്ന എന്നുള്ള ടൈറ്റിൽ കാർഡ് അത് തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു. പിന്നെ ഇദ്ദേഹം വലിയൊരു സംഘാടകൻ കൂടിയായിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ ഈ അമ്മയുടെ രൂപീകരണത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ടല്ലോ. പിന്നെ ഈ ഷോകൾ സംഘടിപ്പിക്കുന്നതിലുമൊക്കെ അല്ലേ? ഉണ്ട്. പുള്ളി നല്ലൊരു ഓർഗനൈസർ കൂടിയാണ്. അത് അമ്മയുടെ ആണെങ്കിലും മറ്റേ ടെക്നീഷ്യൻസ് സംഘടനയാണെങ്കിലും ശരി, പുള്ളിയുടെ ഒരു പങ്ക് ഭയങ്കര വിപുലമായിരുന്നു. എല്ലാവരും ആരുപറ്റും പുള്ളി അങ്ങനെ ഒരു പിണക്കവും ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കാര്യമുണ്ട് നമ്മളൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യും. പറയുക എന്നാ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം, ഇങ്ങനെയാണ്, വേറെ തോന്നരുത് കേട്ടോ എന്നൊക്കെ ഒന്ന് പറയുകയൊക്കെ ചെയ്യും. അതൊരു വലിയ മനസ്സാണ്. നമുക്ക് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു പ്രൊഡ്യൂസറെ. എന്ത് കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ അത് ഭയങ്കര തമാശയാണെങ്കിൽ നമ്മൾ വളരെ എപ്പോഴും വളരെ ജോളി ആയിരുന്നു. വളരെ ജോവിയിൽ മോഡാണ് എപ്പോഴും. എന്ത് തമാശയും പറയാം, എന്ത് കാര്യം പറയാം. ഒരു പിണക്കമോ കാര്യങ്ങളോ ഒന്നും പരിഭവം ഒന്നും വെക്കാതെയുള്ള പെരുമാറ്റമായിരുന്നു. പിന്നെ അങ്ങനെ അതായത് സെറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം എപ്പോഴും ആരും ഹാപ്പി അല്ലാതെ പോയിട്ടില്ല. അത് ഏറ്റവും റിച്ച് ഫുഡാണ് അദ്ദേഹം സിനിമ സെറ്റുകൾ കൊടുത്തിരുന്നത്. അത് എനിക്ക് അനുഭവസ്ഥനാണ്. ഒരേ ഫുഡ് എല്ലാവർക്കും വളരെ റിച്ച് ഫുഡാണ്. പ്രത്യേക തരത്തിലുള്ള ചില ഫുഡുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിരുന്നു. അത് സാമ്പത്തിക കാര്യങ്ങളാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പാലിച്ചിരുന്നു. നമ്മളോടുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം അത് സിനിമയിലുള്ള ആൾക്കാരോടും മറ്റു ആൾക്കാരോടും ഇല്ല. അദ്ദേഹം സിനിമയൊക്കെ നിർത്തി കുറെ നഷ്ടങ്ങൾ സംഭവിച്ച കാരണം പിന്നീട് ബിസിനസ് സെക്രട്ടറി മേടത്ത് തുടങ്ങിയിരുന്നു. അപ്പോഴും ഞാൻ പലപ്പോഴും കാണുകയും വിളിക്കുകയും ചെയ്തായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഏതൊരു ബിസിനസ്സിലായിരുന്നില്ലേ? മകൾക്കൊപ്പം എന്തോ ഒരു ബിസിനസ് ഉണ്ടായിരുന്നല്ലോ, കുറ്റാന്വേഷണ ഏജൻസി. ഈ അടുത്തങ്ങനെ ഒരു വാർത്ത കണ്ടിരുന്നു. ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. മോനും മകളും ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത്. കുറച്ച് നാൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇടയ്ക്ക് ട്രിവാൻഡ്രത്തെ പറ്റി ഒന്നിട്ട് ബിസിനസ് ചില ഷോപ്പുകളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു കുറച്ച് നാൾ. ട്രിവാൻഡ്രം ക്ലബിന്റെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്ന, ഞാൻ അവിടെ വെച്ചൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ കറന്റ് എനിക്ക് എന്താ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് എന്തോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അതേ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, വെൽ സെറ്റിൽഡാണ്, അതിനും പ്രശ്നമൊന്നുമില്ല. സിനിമയ്ക്ക് നഷ്ടങ്ങൾ പുള്ളി സിനിമകൾ കുറെ ഉണ്ടായി, സിനിമയിൽ നിന്ന് വിട്ടു നിന്നു. പക്ഷെ അതിങ്ങനെയുള്ള ഒരാളിനെ നഷ്ടപ്പെട്ട നമുക്ക് വലിയ സങ്കടം. സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത വിഷമമായി. അതൊരു പ്രൊഡ്യൂസർക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത്. അത് നഷ്ടം കൊണ്ട് മാത്രമായിരുന്നു. അദ്ദേഹത്തിനൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ദുഃഖവും ഉണ്ടായിരുന്നല്ലോ. ഈ പത്മരാജൻ പോയതിനു ശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇല്ലേ, ആ സിനിമയുമായുള്ള ഒരു അടുപ്പവും സിനിമകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള അതും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പം കൂടിയായിരുന്നു. കലാകാരന്മാർ മാത്രമല്ല വ്യക്തിപരമായിട്ട് അവർ വലിയ അടുപ്പം ഉണ്ടായിരുന്നു. വളരെ അദ്ദേഹം പത്മരാജൻ ചേട്ടൻ മരിച്ച് അദ്ദേഹം അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് പോലും ഉണ്ടായിരുന്നു. അതൊന്ന് മേജർ ആക്സിഡന്റ് ആയിരുന്നു. കുറെ ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഒരുപാട് നാൾ അദ്ദേഹം കിടന്നു. പത്മരാജന്റെ സിനിമകളോട് അദ്ദേഹത്തോട് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കലാകാരനോട്, അതാ ഞാൻ പറയും, നല്ല കലാകാരന്മാരോട്, നല്ല സിനിമകളോടൊക്കെ വലിയ ആരാധനയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരാളാണ് ശ്രീ പത്മരാജൻ, സംശയമൊന്നുമില്ല. പപ്പേട്ടന്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ പുള്ളി എടുത്തിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതെല്ലാം പത്മരാജൻ സിനിമകളിൽ കൂടിയായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞും ഈ നിർമ്മാണ രംഗത്ത് നിന്ന് മാറിയതിനു ശേഷവും അതേ നിർമ്മാണ ചുമതലകൾ നിർവഹിക്കുവാൻ അങ്ങനെ അതിനും മടി കാണിച്ചിട്ടില്ലല്ലോ. സ്ഫടികത്തിന്റെയും കിലുക്കത്തിന്റെയും ഒക്കെ സെറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവല്ലോ, നിർമ്മാണ ചുമതല എന്ന രീതിയിൽ അല്ലേ? ഉണ്ടായിരുന്നു. നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പല പടങ്ങൾക്കും ഈവൻ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും വെളിയിൽ നിന്നുള്ള മറ്റ് സർവീസുകൾ സഹായങ്ങളെ പ്രൊഡ്യൂസർ, ഇപ്പൊ ഗുഡ് നൈറ്റ് ഫിലിംസിനൊക്കെ അദ്ദേഹം കൂടെ ഒരുപാട് അവരൊക്കെ വേണ്ട സഹകരണം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പല കമ്പനികളും
ഒരുപാട് വലിയ നല്ല സിനിമ. അത് കോസ്റ്റ് നമ്മൾ കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിരുന്നു. അങ്ങനെ എത്രയോ പടങ്ങൾക്ക്. എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സിനിമകൾ ഇപ്പോൾ ആദാമിന്റെ വാരിയല്, പഞ്ചവടിപ്പാലം, മൂന്നാം പക്കം, അല്ലെ, തൂവാനത്തുമ്പികൾ, സുഗമോദേവി, മാളൂട്ടി, നൊമ്പരത്തിപ്പൂവ്, അല്ലെ, അങ്ങനെ അതെല്ലാം അദ്ദേഹത്തിന്റെ വർക്കുകളാണല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ എടുത്ത പടങ്ങളെല്ലാം ബെസ്റ്റ് പടങ്ങളാണ്. ഇപ്പൊ ഈ പഞ്ചവടിപ്പാലം, തൂവാനത്തുമ്പികൾ, ഇപ്പൊ പറഞ്ഞ എല്ലാ പടങ്ങളും കലാമൂല്യമുള്ള സിനിമ. പക്ഷേ പല പടങ്ങളും വിജയിച്ചിട്ടില്ല എന്നുള്ള സത്യം, കച്ചവടപരമായിട്ട് വിജയിച്ചിട്ടില്ല എന്നുള്ള സത്യം. പക്ഷെ ഭയങ്കരമായി പേരുണ്ടാക്കി. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു പുള്ളിക്കാരനെ സംബന്ധിച്ച് അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. കാരണം പടം ഓടിയില്ലെങ്കിലും ഞാൻ നല്ല പടം എടുത്തല്ലോ, എനിക്ക് നല്ല പടമാണ് എനിക്കിഷ്ടം, നല്ല പടങ്ങളാണ് ഞാൻ എടുത്തു എന്നൊരു അഭിമാനമായിട്ടാണ് പുള്ളിക്കാരിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ജന്മനുള്ള ക്യാരക്ടർ ആയിരിക്കാം, ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ പ്രവൃത്തി നല്ല അഭിപ്രായം ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കാം. വളരെ ചുരുക്കം പറഞ്ഞാൽ വളരെ മാന്യനായ ഡീസെന്റ് ആയ ഒരു പ്രൊഡ്യൂസറായിരുന്നു. അതാണ് ജെനുവിൻ പ്രൊഡ്യൂസറായിരുന്നു. അത് ഇതിന്റെ എല്ലാ രീതിയിലും വളരെ ജെനുവിനായുള്ള ഒരു പ്രൊഡ്യൂസർ തന്നെയായിരുന്നു ശ്രീ ഗാന്ധിപതി ബാലൻ. അധികം കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന കാര്യം, അദ്ദേഹം ഒരു തിയേറ്റർ ഉടമ കൂടിയായിരുന്നു അല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്തെ ധന്യാരമ്യ തിയേറ്ററിന്റെ ഉടമയായിരുന്നല്ലോ അദ്ദേഹം. ആയിരുന്നു. അത് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഓമല്ലൂരിനടുത്ത് ഉള്ള ഒരു സ്ഥലമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ സ്വന്തം സ്ഥലം. അവിടെ അദ്ദേഹത്തെ വളരെ ഒരുപാട് ഭയങ്കര കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭൂവുടമയാണ് അദ്ദേഹം. അവർ കുടുംബപരമായിട്ട് ഞാൻ കേട്ടത് അങ്ങനെയാണ്. ഒരുപാട് കൃഷികളും അങ്ങനെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. എലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ഞാൻ അതിൻ്റെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം, അവിടെയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ വളരെ ഭൂവുടമ കൂടിയാണ് അദ്ദേഹം. സിനിമ ഇല്ലെങ്കിലും ജീവിക്കാനുള്ള വകുപ്പുകൾ ധാരാളം ഉള്ള ഒരാളാണ്. അത് വളരെ ഡീസന്റായ അന്തസ്സായുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഗാന്ധിപാലിന്റെ. ഒരു നടൻ നിർമ്മാതാവിനെ ഈ രീതിയിൽ അനുസ്മരിക്കുന്നത് തന്നെ പലപ്പോഴും അത് ഉണ്ടാകാറില്ല. കാരണം അത്രയ്ക്ക് താങ്കളും ബാലനുമായിട്ടുള്ള ഒരു ബന്ധം അത് അത്ര ദൃഢമാണ് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് താങ്കളുടെ ഈ വാക്കുകൾ. തീർച്ചയായിട്ടും അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നു ഈ വാർത്ത കേട്ട്. ഞാൻ തന്നെ ഒരു മാസം ആയില്ല ഞാൻ പോയി കണ്ടിട്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. അന്ന് വളരെ ആരോഗ്യമായിട്ടിരിക്കുകയായിരുന്നു കണ്ടപ്പോൾ. അത് സിനിമകൾ കുറെ കാണുന്നുണ്ട്. എന്റെ ചില പടങ്ങൾ കണ്ട കാര്യം എന്നോട് അഭിപ്രായം പറഞ്ഞു. മറ്റു സിനിമകളെ കുറിച്ചും ഒക്കെ ഒരു വളരെ ഉത്സാഹഭരിതനായിട്ടാണ് സംസാരിച്ചതല്ല. അത് വല്ലാത്തൊരു ഭയങ്കരമായ ഒരു അവിശ്വസനീയമായ ഒരു വാർത്തയായി പോയി. ഇത് കുറെ കാലം കൂടെ ജീവിക്കും എന്ന് വിചാരിച്ചതാണ്. അസുഖമൊക്കെ മാറിയിട്ട് വല്ലാത്തൊരു വിഷമമായി പോയി അത്. അദ്ദേഹം സിനിമ മതിയായി എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് താങ്കൾ പറഞ്ഞല്ലോ, വിട്ടുനിന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന്. അത് ഒരു റോളില്ലാതെ പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു. അത് നിർമ്മാതാവിന് വലിയ റോളില്ലാതെ മാറുന്നു, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ കുറെ കാലങ്ങൾ കഴിയും തോറും ഇപ്പം സിനിമയുടെ ഒരു സ്ഥിതി അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടായിരിക്കാം. തന്നെയല്ല, ഞാനത് ഞങ്ങൾ ഒരുപാട് അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഈ സിനിമ ചെയ്യാത്ത സമയപ്പോൾ ഞാൻ കാണുമായിരുന്നു. ഞങ്ങളും വല്ലപ്പോഴും ട്രിവാൻഡ്രത്ത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി സിനിമ ചേട്ടൻ ഇനി എടുക്കരുത് ഞാൻ പറയുമായിരുന്നു. അത് നമുക്കൊരു നല്ല സിനിമ നിർമ്മാതാവിനോട് പറയാൻ പാടില്ല, നല്ല നിർമ്മാതാവാണ് വേണമെന്നാണ് പറയേണ്ടത്. ആഗ്രഹം അതാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ നഷ്ടങ്ങളൊക്കെ ഞാൻ പറയുമായിരുന്നു. സിനിമ ചേട്ടൻ തൽക്കാലം എടുക്കാതിരിക്കുന്ന ഒന്നിനും പറ്റുമ്പോൾ ചാടരുത് എന്ന് ഞാൻ പറയുമായിരുന്നു പലപ്പോഴും. അത് പുള്ളിയോടും പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ചേച്ചിയോടും ഞാൻ പറയുമായിരുന്നു, ഇനി സിനിമ ഒന്നും കഴിയുന്നു എടുക്കരുത് എന്ന് ഞാൻ പറയുന്നത്. അല്ലാതെയുള്ള മറ്റ് സർവീസും കാര്യങ്ങൾ അടുപ്പം കൊണ്ടൊക്കെ എന്തെങ്കിലും സഹായ കാര്യങ്ങൾ അവരൊക്കെ ചെയ്തു കൊടുക്കാം. കാരണം അതിനൊക്കെയുള്ള നല്ല കപ്പാസിറ്റി ഉള്ള ആളാണ് പുള്ളി. വളരെ നല്ല ഓർഗനൈസറാണ്, മിടുക്കനായ ഒരാളാണ്. ഏത് ബുദ്ധിമുട്ടുള്ള കേസുകളും അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിഹരിക്കുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. അത് എല്ലാവർക്കും കിട്ടുന്നൊരു ക്വാളിറ്റി അല്ല. അപ്പൊ ഞാൻ അന്നൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒന്നും എടുക്കുന്നില്ല എന്ന് പറയും. വാസ്തവത്തിൽ നമുക്ക് പ്രയാസമായി. ഇങ്ങനെ പ്രൊഡ്യൂസർ ഇല്ലാതെ വരുന്ന സങ്കടമാണ്. പക്ഷേ സാമ്പത്തിക നഷ്ടം ഉണ്ടായ ഒരാളോട് നമുക്ക് അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഒരു അടുപ്പം തോന്നാറില്ലല്ലോ. അതുകൊണ്ടൊക്കെ അത് പറഞ്ഞതും ഒക്കെ പിന്നെ ഒന്നും എടുത്തിരുന്നില്ല. അദ്ദേഹം വേറെ മറ്റു ബിസിനസ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി അശോകൻ, എന്തായാലും ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഗാന്ധിമതി ബാലൻ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. താങ്കൾ അദ്ദേഹവുമായുള്ള ഈ അടുത്ത ബന്ധം അത് ഈ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിന് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിൽ. ഇപ്പോൾ ശ്രീ എ ചന്ദ്രശേഖർ സിനിമാ നിരൂപകനാണ്. അദ്ദേഹം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ചന്ദ്രശേഖർ, താങ്കൾക്ക് ഗാന്ധിമതി ബാലനെ അടുത്ത് പരിചയമുള്ളതാണോ അതോ താങ്കൾ അനുസ്മരിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ വർക്കുകൾ, നിർമ്മാണ സംരംഭങ്ങളെ കുറിച്ചായിരിക്കുമല്ലോ? എങ്ങനെ കാണുന്നു അദ്ദേഹം നിർമ്മിച്ച സിനിമകളെ ഇപ്പോൾ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ? കുറേ നല്ല സിനിമകൾ നിർമ്മിച്ച സുപ്രിയ പോലുള്ള ബാനറുകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതുപോലെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ബാനറായിരിക്കും ഗാന്ധിമതി. കാരണം പത്മരാജൻ, കെ ജി ജോർജ് തുടങ്ങിയ ചരിത്രകാരന്മാർക്ക്
അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സിനിമകൾ, ഇപ്പം പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ മലയാള സിനിമയിലെ ഒരു ക്ലാസിക്കാണ്. അതുപോലെ ഇപ്പോ റെസ്ക്യൂ ഡ്രാമകൾ അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഹിറ്റായി നിൽക്കുന്ന കാലഘട്ടത്തിൽ മാളൂട്ടിയെ പോലൊരു സിനിമ, അതിനൊക്കെ ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്തരം വേറിട്ട് നിൽക്കുന്ന സിനിമകൾക്ക്, മൂന്നാം പക്കം പോലുള്ള സിനിമയ്ക്ക്, തൂവാനത്തുമ്പികൾക്ക്, സുഖമോ ദേവിക്ക്, അത് മലയാളത്തിൽ തന്നെ വേണു നാഗവള്ളി എന്ന് പറഞ്ഞൊരു സംവിധായകനെ സമ്മാനിച്ച സിനിമയാണ്. അത്തരം സിനിമകൾക്ക് ആ സിനിമയുടെ ക്വാളിറ്റി നോക്കിക്കൊണ്ട്, അതിന്റെ ഉള്ളടക്കത്തിന്റെ കനം നോക്കിക്കൊണ്ട്, അതിന്റെ നിലവാരം നോക്കിക്കൊണ്ട് പൈസ മുടക്കുന്ന അത്തരം സെൻസുള്ള വളരെ കുറച്ച് നിർമ്മാതാക്കളെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നിർമ്മാതാവായിരുന്നു ശരിക്കും ശ്രീ ബാലൻ. ഞാൻ അദ്ദേഹത്തെ രണ്ടവസരങ്ങളിൽ അദ്ദേഹം പ്രൊഫഷണലായിട്ട് അദ്ദേഹവുമായി ഇടപെട്ടിട്ടുണ്ട്. രണ്ടും വളരെ മികച്ച, വളരെ സംതൃപ്തി നൽകുന്ന അനുഭവമായിരുന്നു. കാരണം അദ്ദേഹം സിനിമയെ കണ്ടിരുന്നത് ഒരു പക്ഷേ ഇപ്പൊ കെ ജി ജോർജിന്റെ കാര്യം എടുത്താലും അല്ലെങ്കിൽ പത്മരാജന്റെ കാര്യം എടുത്താലും അവരൊരു പക്ഷേ കൂടുതൽ സിനിമകൾ, ജോർജ് കൂടുതൽ ചെയ്തിട്ടില്ല, പക്ഷേ പത്മരാജൻ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ കാര്യം ഒരുപക്ഷെ അവരോടൊപ്പം നിൽക്കുന്ന മനസ്സുള്ളൊരു നിർമ്മാതാവായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ എന്താണ് സംവിധായകൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഒരുക്കി കൊടുത്ത് സിനിമയുടെ നിലവാരം, സിനിമയുടെ ഉള്ളടക്കം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏതർത്ഥത്തിലും ഒരു നല്ല സിനിമ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി സിനിമയെ സമീപിച്ചിരുന്ന അതിന്റെ വാണിജ്യ തലത്തിലപ്പുറം, അതിന്റെ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് എന്നുള്ളതിലപ്പുറം ഒരു സിനിമയുടെ ക്വാളിറ്റി നോക്കിക്കൊണ്ട് പൈസ മുടക്കിയിരുന്ന ഒരു നിർമ്മാതാവായിരുന്നു. അതാണ് വാസ്തവത്തിൽ മലയാള സിനിമയ്ക്ക് ഗാന്ധിമതി ബാലനോടുള്ള കടപ്പാട്. ഗാന്ധിമതി എന്ന് പറയുന്ന നിർമ്മാണ സ്ഥാപനത്തെ തന്നെ, വിതരണ സ്ഥാപനത്തെ തന്നെ അദ്ദേഹം ഒത്തിരി സിനിമകൾ വിതരണവും ചെയ്തിട്ടുണ്ട്. മികച്ച ഇപ്പം മലയാളത്തിൽ പത്മരാജൻ തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് പോലെയുള്ള സിനിമകൾ. അപ്പോ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് പുതിയ മാറിയ സിനിമയുടെ സെൻസിബിലിറ്റിയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പുതുതലമുറ സംവിധായകരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സിനിമ മടുത്ത ഒരു ഘട്ടം ഉണ്ടായെങ്കിൽ പോലും തീർച്ചയായിട്ടും മലയാളത്തിൽ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലവാരമുള്ള സിനിമകളുടെ സഹയാത്രികനായി ഗാന്ധിമതി ബാലൻ എന്ന നിർമ്മാതാവ് നിശ്ചയമായും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടാവും. അതായത് ഒരു ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവ് എന്ന പേര് ഗാന്ധിമതി ബാലന് അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഈ ഒരു 95 കൂടിയൊക്കെയാണല്ലോ അദ്ദേഹം സിനിമാ നിർമ്മാണ രംഗത്ത് നിന്ന് പതുക്കെ അങ്ങ് പിന്മാറുന്നത്. പക്ഷേ ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ, ഇല്ല ഇപ്പോൾ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ തുടങ്ങി, ഇപ്പോൾ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് അതാണ് തോന്നുന്നു ജോഷിയുടെ പടമാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം അവസാനമായിട്ട് നിർമ്മിച്ച പടം, ഏതാനും വിതരണം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും. പക്ഷേ ഇത് ഈ ക്ലാസിക് സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും അത് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ്, എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ് ഇവയെല്ലാം. കണ്ടാൽ മടുക്കുകയുമില്ല. പക്ഷെ പലതും സാമ്പത്തിക വിജയം നേടാതെ പോയത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ? നിശ്ചയമായിട്ടും. കാരണം ഇപ്പോൾ ഈ തണുത്ത വെളുപ്പാൻ കാലത്തിന്റെ കാര്യം പോലും എടുത്തോളൂ. ആ സിനിമ അന്ന് ഇറങ്ങിയ സമയത്ത് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ബാലൻ നിർമ്മാതാവ് എന്ന നിലയിൽ നിന്ന് പിൻവാങ്ങിയത്. പക്ഷെ ഇന്ന് നിങ്ങൾ ടെലിവിഷനിൽ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ടെലിവിഷനിൽ കാണുമ്പോഴും ഒക്കെ ഇന്നത്തെ തലമുറ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന സിനിമകളിൽ ഒന്നാണത്. കാലത്തെ അതിജീവിത ചിത്രങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ പഞ്ചവടിപ്പാലം ഇറങ്ങിയ സമയത്തും ഇന്ന് പഞ്ചവടിപ്പാലം ചർച്ച ചെയ്യുന്നത് പോലെ ചർച്ച ചെയ്തിരുന്നുവോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം അന്ന് അതിന് മുടക്കിയ ഒരു യഥാർത്ഥ പാലം തന്നെ കെട്ടി ഒക്കെ ചെയ്ത ഒരു സിനിമയായിരുന്നു അത്. അപ്പം അതിന്റെ മുടക്കുമുതലിന് അനുസൃതമായിട്ടുള്ള വരുമാനം അതിനുണ്ടായിരുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടത്, പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിനപ്പുറം അദ്ദേഹം കാലത്തെ അതിജീവിക്കുന്ന, ഇന്നും പ്രസക്തിയുള്ള മൂന്നാം പക്കം പോലെയുള്ള, മാളൂട്ടി പോലെയുള്ള സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. അപ്പോ അദ്ദേഹം വാസ്തവത്തിൽ നല്ല സിനിമയ്ക്ക് മുടക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തത്. അല്ലാതെ ആ സിനിമ അതിന്റെ വിജയത്തെ അല്ല അദ്ദേഹം നോക്കിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല സംവിധായകർക്കും അദ്ദേഹത്തെ പോലൊരു നിർമ്മാതാവ് എന്ന് പറയുന്നത് സ്വപ്നമായിരുന്നു. കാരണം അങ്ങനെ ഇപ്പോ നമുക്ക് രവീന്ദ്രനാഥൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു നിർമ്മാതാവുണ്ട്. അടൂരിന്റെയും അരവിന്ദന്റെയും ഒക്കെ സിനിമകൾ നിർമ്മിച്ച ആൾ. അപ്പൊ അദ്ദേഹം ഒക്കെ ചെയ്തിരുന്നത് ഈ പാതയിലാണ്. കാരണം സിനിമയുടെ ക്വാളിറ്റി, നല്ല സിനിമകൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് മാധ്യമം എന്നുള്ള രീതിയിൽ സിനിമയെ അംഗീകരിക്കുന്ന, മാനിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു നിർമ്മാതാവിന് മാത്രമേ അത്തരത്തിൽ പണം മുടക്കാൻ കഴിയും. അങ്ങനെ പണം മുടക്കിയിരുന്ന ഒരു നിർമ്മാതാവായിരുന്നു ബാലൻ. ശരി ശ്രീ ചന്ദ്രശേഖരൻ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതിന് നന്ദി. എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാ സംവിധായകരും ആഗ്രഹിക്കുന്ന ഒരു നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. ഒട്ടേറെ ക്ലാസിക് സിനിമകളുടെ ടൈറ്റിൽ കാർഡിൽ ഗാന്ധിമതി ബാലൻ എന്ന
പേര് നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലായിരുന്നു ഗാന്ധിമതി ബാലന്റെ അന്ത്യം. പകൽ വാർത്തയിൽ ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവന് 52,880. 18 ക്യാരറ്റ് ഗ്രാമിന് 5525, പവന് 44,200 രൂപ. വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.